വാർത്തകൾ പരിശോധിച്ചാൽ ഗർഭിണിയായ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ കയറ്റാതെ പുറത്താക്കിയെന്ന് പരാതി. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി അസ്ന നവാസിനാണ് ദുരനുഭവം ഉണ്ടായത്. വൈകി എത്തിയതിനാലാണ് പുറത്താക്കിയതെന്ന് അധികൃതർ വിശദീകരിക്കും. 29-നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ വീട്ടിലോട്ട് പോയെന്ന് പറയുന്നത് ഛർദിലൂടെ, അതായത് 10-20 വട്ടം ഞാൻ ഛർദിച്ചു. ബ്ലഡ് തന്നെ ഛർദിക്കലായിരുന്നു കണ്ടിന്യൂസ്. ലാസ്റ്റ് ആകുമ്പോൾ ഒരു 5-6 വട്ടം ബ്ലഡ് ഛർദിച്ചു. അത്ര ഹെൽത്ത് കണ്ടീഷൻ്റെ വീക്കായിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഏകദേശം വീട്ടിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു 4 മണിയാകുമ്പോഴേക്കും എൻ്റെ ഫാദർ വിളിച്ച് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഡോക്ടർ ബഷീർ അബാനു മാമിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം 9:30-ക്ക് ശേഷമായിരിക്കും എത്തുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ കയറ്റാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും മാമിന് കയറ്റാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി സംസാരിച്ചപ്പോൾ അവിടെ അതിൻ്റെ മാമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളോടോ, ഒരു പ്രഗ്നൻ്റ് ഇല്ലെങ്കിലും പോട്ടെ, ഒരു അത്യാവശ്യം സുഖമില്ലാത്തൊരു കുട്ടിയുടെ പാരൻറ്റ് വിളിക്കാൻ നേരത്ത് ഏത് രീതിക്കാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിക്ക് തിരിച്ച് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അതുപോലും മാം പ്രോപ്പറായിട്ടല്ല. കയറ്റാൻ പറ്റൂല, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യുക, അങ്ങനെ പറയുകയാണ് ഉണ്ടായത്. ബെൻസൺ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഈ വൈകി എത്തിയാൽ വഴക്ക് പറയുന്ന തരത്തിലേക്കൊക്കെ പോകാൻ ഇത് ഒന്ന് പിഞ്ചുകുട്ടിയല്ല, ഇത് പ്രായപൂർത്തിയായ മെഡിക്കൽ വിദ്യാർത്ഥികളായ ആളുകളാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് ഒരു ഗർഭിണിയാണ് എന്ന കാര്യം അറിഞ്ഞാൽ എങ്കിലും കൂടി ഒരു പരിഗണന പോലും കൊടുക്കാതെയായിരുന്നു ഈ നീക്കം. അതെ രുചീഷ്, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ് ഈ വിദ്യാർത്ഥി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത് മാർച്ച് 29-ാം തീയതിയാണ്. ഈ വിദ്യാർത്ഥി തിരികെ വീട്ടിലേക്ക് പോകുന്നത് തന്നെ അത്രത്തോളം ശാരീരികാവസ്ഥ ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിലായിരുന്നു. തുടർച്ചയായി ഛർദ്ദിക്കുകയും ചോരയടക്കം ഛർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്നും തിരികെ ഹോസ്റ്റലിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ്, അത് പരീക്ഷയൊക്കെ അടുത്തതുകൊണ്ട് തിരികെ ഹോസ്റ്റലിലേക്ക് വരുന്ന സാഹചര്യത്തിൽ സാധാരണയായി ഈ കോളേജിന്റെ ഹോസ്റ്റലിന്റെ നടപടികൾ എന്ന് പറയുന്നത് രാത്രി 7:30 തന്നെ ഹോസ്റ്റൽ അടയ്ക്കും, പിന്നീട് ആരെയും കയറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ രാത്രി 7 മണിക്കുള്ളിൽ ബന്ധപ്പെട്ട ആളുകൾ, അതായത് വീട്ടുകാർ ഈ ഹോസ്റ്റൽ അധികൃതരെ വിളിച്ച് കാര്യം അറിയിക്കുകയും അങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിൽ അത്തരത്തിൽ കൺസേൺ ചെയ്യുകയുമായിരുന്നു ഇവിടുത്തെ പതിവ്. പക്ഷേ അന്നേ ദിവസം, അതായത് മാർച്ച് 29-ാം തീയതി വൈകിട്ട് 4 മണിയോട് കൂടി തന്നെ ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള ഈ കോളേജിലെ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അസ്നയുടെ മാതാപിതാക്കൾ 4 മണിയോട് കൂടി തന്നെ ഈ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നത് പാത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായിട്ടുള്ള ബഷീർ അബാനുവാണ്. അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചതാണ്. ഈ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഈ നിലയിലാണ്, തുടർച്ചയായി ഛർദ്ദിക്കുന്നുണ്ട്, അതുകൊണ്ട് ട്രെയിനിനാണ് വരുന്നത്, ലേറ്റ് ആയിട്ട് വരികയുള്ളൂ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഇവരെ ധരിപ്പിച്ചതാണ്. പക്ഷേ അവർ ഇവരെ ഹോസ്റ്റലിൽ കയറ്റാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പരാതി. തുടർന്ന് മറ്റൊരു സ്ഥലത്ത് റൂം എടുത്തായിരുന്നു ഈ കുട്ടി താമസിച്ചത്. പിന്നീട് ഇവർ ഇത്തരത്തിൽ പരാതിയായിട്ടൊന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 17-ാം തീയതി ഒരു ഹോസ്റ്റൽ മീറ്റിംഗ്, അത് പൊതുവെ എല്ലാ മാസവും നടക്കുന്ന ഒരു ഹോസ്റ്റൽ മീറ്റിംഗ് നടക്കുന്നു. ആ ഹോസ്റ്റൽ മീറ്റിംഗിൽ വെച്ച് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ മറ്റ് 2 പെൺകുട്ടികളും ഇക്കാര്യങ്ങൾ, അതായത് മുൻപ് സംഭവിച്ച ഈ കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് മുൻപിലും അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ വാർഡന്റെയും മറ്റ് അധ്യാപകരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ ഇതിനെ മറ്റൊരു രൂപത്തിലാണ് പ്രിൻസിപ്പളിന്റെ മുൻപിൽ ഈ ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ള ആളുകൾ അവതരിപ്പിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥികളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികാര മനോഭാവം എന്ന നിലയിലായിരുന്നു ഈ അധ്യാപകർ ഉൾപ്പെടെ, അതായത് ഈ ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിദ്യാർത്ഥിക്കും, അതായത് ഈ പരാതിക്കാരിയായ ഈ ഗർഭിണിയായ പുറത്താക്കപ്പെട്ട ഈ വിദ്യാർത്ഥിക്ക് ഉൾപ്പെടെ 3 പേരുടെ വീട്ടിലേക്ക് ഈ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപക സംഘം അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതർ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് 7 ദിവസത്തിനുള്ളിൽ ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ കോളേജിലെത്തി അധ്യാപകരെ കാണണം, അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനാവില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് ഈ 3 വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ പേരിൽ ഇന്നിപ്പോൾ വലിയ സമരം ഈ വിദ്യാർത്ഥികൾ കോളേജിൽ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നോട്ടീസ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ വിദ്യാർത്ഥികളോട് വളരെ ഒരു പ്രതികാരപരമായിട്ടുള്ള മനോഭാവമാണ് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. കോളേജ് പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ മൻസൂർ അലി, ഇദ്ദേഹം തന്നെയാണ് ഹോസ്റ്റൽ വാർഡൻ. അതായത് ബോയ്സ് ഹോസ്റ്റലുമുണ്ട്, ഗേൾസ് ഹോസ്റ്റലുമുണ്ട്. ഈ 2 ഹോസ്റ്റലുകളുടെയും വാർഡൻ ഈ പ്രിൻസിപ്പൽ തന്നെയാണ്. അപ്പോൾ ഇവരോടെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഈ നിലയിലായിരുന്നു. 5 മാസം ഗർഭിണിയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഇത്തരത്തിലായിരുന്നു. ഈ അധ്യാപകർക്കെതിരെ, അതായത് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പോലും ഈ ഹോസ്റ്റൽ വാർഡനായ ഈ അധ്യാപികയ്ക്കെതിരെ ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിക്കെതിരെ പോലും പ്രതികാര നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഈ അധ്യാപകർ മാറിയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ പോവുകയാണ്. നാളെ കൗൺസിൽ യോഗം ചേർന്നതിന് ശേഷം മറ്റ് തുടർ നടപടികൾ വിദ്യാർത്ഥികൾ പോകുന്നത്. ഗർഭിണിയായ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ കയറ്റാതിരുന്നതാണ് ഈ വലിയ പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്.